സ്മൃതികൾക്കിടയിൽ ഒരു ഗീതകം. ആ സ്ത്രീയുമായിട്ട് ബന്ധം നമുക്ക് വിച്ഛേദിക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വണ്ടി തിരിച്ചു കൊടുത്ത് അതങ്ങ് ഒഴിവാക്കുമല്ലായിരുന്നു. മതിയായിരുന്നു. പക്ഷെ അത്ര ഈ ഒരു ബന്ധം അത്ര ഇത് പോകാനുള്ള നമ്മളെ തെളിവില്ല, ഒന്നുമില്ല. ഈ ഒരു ഈ മെസ്സേജ് അല്ല ഉള്ളൂ. ഈ സ്ത്രീയെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യല്ലേ ചെയ്തത്? കാരണം അപ്പം സാമ്പത്തികമായ ഒരു ലാഭം അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം ബന്ധങ്ങൾ കുഴപ്പമില്ല എന്ന് അവരോട് ഞാൻ സംസാരിച്ചപ്പോഴും അവരെന്റെ അടുത്ത് കരഞ്ഞു പറയുന്നത് ജീന അപ്പോഴും എന്നോട് പറയുന്നത് എനിക്ക് സംശയം. മെസ്സേജ് അയച്ചിരിക്കുന്ന ഒരു സ്ത്രീ, ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ, അന്ന് ഞാൻ പക്ഷെ ഇവരാണെന്ന് അന്ന് ഞാൻ കൺഫേം ചെയ്തിട്ടില്ല. അപ്പൊ ഒരു ഓണത്തിന് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന ആ ഓണത്തിന് ഇവരുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി. അന്നൊന്നും ഈ സംഭവങ്ങൾ ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷെ ഇവരുമായിട്ട് ഇങ്ങനെ ഒരു ഇത്രയും ഒരു റിലേഷൻ ഉണ്ടെന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നായാലും അത് പല കാരണങ്ങൾ കൊണ്ടും പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. കുട്ടി ജനിച്ചപ്പോഴും ഇയാളെ വണ്ടി ഓടിക്കുന്നുണ്ട്. ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിലാണ്. ആണോ പെണ്ണാണോന്ന് അറിയാം. പുള്ളിക്കാരി വന്ന് നോക്കി എല്ലാം ചെയ്തു. അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു നീ മിണ്ടാ പറഞ്ഞു. ഞാൻ പോയി മിണ്ടി. അങ്ങനെ എന്നോട് കുഴപ്പമില്ല, സംസാരിച്ചു. അങ്ങനെ പോയി. അങ്ങനെ 27ാമത്തെ ദിവസം കുഞ്ഞിന് 28 കെട്ട് ചടങ്ങ്. അപ്പം ഇതിനിടയ്ക്ക് അനീഷിൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒടിഞ്ഞൊരു വള കയ്യിലിരുന്നത് കൊടുത്തിട്ട് പറഞ്ഞു അതുകൊണ്ട് കൊടുത്തിട്ട് കുഞ്ഞിന് അരിഞ്ഞാണം മേടിക്കാൻ പറഞ്ഞു. കാരണം നടത്തണ്ടേ, മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കണ്ടേ. അങ്ങനെ അതും കൊണ്ട് പോയി അരിഞ്ഞാണം എടുക്കാൻ പറഞ്ഞ് കുഞ്ഞിന് പോയി അരിഞ്ഞാണം എടുത്ത് പെങ്ങളെ വിളിച്ച് പെങ്ങളും എല്ലാം വന്ന് 28 കെട്ടിൻ്റെ അന്ന് ചടങ്ങിൻ്റെ അന്ന് ഇവരെല്ലാവരും വന്നു. മമ്മിയുടെ ഒരു മിനിറ്റ്. തന്റെ ജീവിതത്തിന് നീതി കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ജീന ജീവിതം സാക്ഷിയുടെ വേദിയിലെത്തിയത്. ദുരന്തപൂർണമായ തന്റെ ജീവിതം അവൾ ആ വേദിയിൽ വെളിപ്പെടുത്തുന്നതിനിടെ മറ്റൊരാഘാതം കൂടി നേരിടേണ്ടി വന്നു. പക്ഷേ അനീഷ് ഇവിടെ വന്നില്ല. അനീഷ് ഇവിടെ വന്നെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ പാനലിന് സാധിക്കൂ. അയാൾ വരാൻ തയ്യാറായില്ല. ആദ്യം വരാമെന്ന് ഏറ്റിരുന്നതാണ്, അയാൾ സമ്മതിച്ചില്ല. ഏറ്റവും ഒടുവിൽ അയാൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഖില എന്ന സ്ത്രീ, ആ സ്ത്രീയെ മറ്റൊരിടത്ത് അദ്ദേഹം ഒരു ഹോസ്റ്റലിലോ മറ്റോ പാർപ്പിച്ചിരിക്കുകയാണ്. നിയമപരമായിട്ട് ആ സ്ത്രീയെ വിവാഹം ചെയ്യാൻ അയാൾക്ക് ഒരിക്കലും സാധ്യമല്ല. കാരണം ജീനയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയിട്ടില്ല. പക്ഷെ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഞാൻ ഓർത്ത്. ആ സത്യം ഓർത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെയൊരു പ്രേമമില്ല, മോളെ കൊണ്ട് കാറേ വിടുന്നില്ല. പത്തനംതിട്ട എങ്ങാണ്ട് വെച്ച് കണ്ട് അതിൻ്റെ ഓണറുടെ ഭാര്യയെ അവളും കൂടെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയെന്നൊക്കെ അവൻ പറയുന്നു. എൻ്റെ പെങ്ങളെ പോലെ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. പിന്നെ പെങ്ങളെ കണ്ടാലും ഇതുപോലിരിക്കും, ഇവിടെ സ്കൂട്ടറെ കൊണ്ടുപോകുന്നില്ല, എൻ്റെ പെങ്ങളെയാ കൊണ്ടുപോകുന്നതെന്നല്ലേ ഇവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കാം. പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചു, എനിക്കൊരു ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട്. എൻ്റെ ഭാര്യ പഴയ, എൻ്റെ കുഞ്ഞല്ല, ഞാൻ ചിലവിന് കൊടുക്കുന്നു, കല്യാണം ഇപ്പം താമസിക്കാതെ ഒഴിയും. ഇതെല്ലാം എൻ്റെ അടുത്ത് ഇവൻ പറഞ്ഞു. ദിവസത്തിന് ദിവസം ഇത് വളർന്നുകൊണ്ടിരുന്നത് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ എൻ്റെ കയ്യിലും തെറ്റുണ്ടായിരുന്നു. ഞാൻ അന്നേരം ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഇത് ഈ രീതിയിൽ എൻ്റെ മോള് പോകത്തില്ലായിരുന്നു. നിങ്ങൾ പോന്ന് കഴിഞ്ഞ് അവളെ ഒരു വക്കീലിനെ കൊണ്ട് ചെന്ന് ജാമ്യത്തിലിറക്കി സുരക്ഷിതമായിട്ടൊരു ഹോസ്റ്റലിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു സുരക്ഷിതമായിട്ടുള്ള ഹോസ്റ്റൽ എവിടാന്ന് ചോദിച്ചു. അത് ഞാൻ 2 മണിക്ക് പോകുന്നുണ്ട്, അമ്മ വരും. ഞാൻ പറഞ്ഞു മോനെ നീ എന്നെ അമ്മയെന്ന് വിളിച്ചേക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ വിളിച്ചേക്കരുത്. അപ്പം എൻ്റെ അനിയത്തെ ഞാൻ വിവരം അറിയിച്ചപ്പോൾ എൻ്റെ അനിയത്തി എൻ്റെ കൂടെ വന്നു, കോഴഞ്ചേരി വന്നപ്പോൾ ഇവൻ അവിടെ വന്നു. അനിയത്തി അടുത്ത് പറഞ്ഞു മഹിളാ മന്ദിരത്തിലാണ്. അപ്പം ഞാൻ എളുപ്പം ഓട്ടോ പിടിച്ചു. എന്നിട്ട് അവിടെ ഇവരെ കഴിയുന്ന കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു നോക്കിയിട്ടും അവൾ നമ്മളെ നാണം കെടുത്തു അല്ലാതെ അവൾക്ക് യാതൊരു ചലനവും അവിടെ ഇല്ല. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ പോയിട്ട് അവസാനത്തെ പ്രാവശ്യം ഞാൻ കരഞ്ഞുകൊണ്ട് വന്നു. അവിടുത്തെ സാറുമാരത്ത് ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഈ മന്ദിരത്തിൽ കാല് കുത്തത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ അവസാനത്തെ വരമാണെന്നും പറഞ്ഞു ഞാനിങ്ങ് പോന്നു കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അവളെ എൻ്റെ അനിയത്തി ഇറക്കി തട്ടയെ കൊണ്ടുവന്നു. ഒരു അമ്മ നെഞ്ചുപൊട്ടി പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് തീർച്ചയായിട്ടും അഖിലയും കാണുന്നുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മരണം, ജീനയുടെ അച്ഛൻ്റെ ഈ മരണം തീർച്ചയായിട്ടും മനീഷിലും അഖിലയിലും മാറ്റം ഉണ്ടാക്കണം. ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതായി പോയല്ലോ എന്നുള്ള അങ്ങനെ ഹൃദയം പൊട്ടി മരിച്ചതാണ് ഒരു മനുഷ്യൻ. ഇവിടം വരെ വന്നു. അവൻ ഇവിടെ വന്നിരുന്നുവെങ്കിൽ, അനീഷ് ഇവിടെ വന്നിരുന്നുവെങ്കിൽ രണ്ടുപേരെയും കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ തീർപ്പാക്കി പോകാമായിരുന്നു.
അവരുടെ ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു മറുപടി, ഒരു പരിഹാരം ഇവിടുന്ന് കിട്ടുമായിരുന്നു. ഇവിടെയും വരുന്നില്ല എന്ന് പറയുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും?